ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൂപ്പർ കൺമണിയിലൊരു സൂപ്പർ എപ്പിസോഡാണ്. എല്ലാവരും മിസ്സാക്കാതെ കാണണം. ഇപ്പോഴും കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എപ്പിസോഡിലേക്ക് പോവാം. ഇന്നത്തെ എപ്പിസോഡിലായിരുന്നു കാണിക്കുന്ന കൺമണി ഓഫീസിലേക്ക് ഫ്ലഷ് അടിച്ച് പോകുന്നതായിട്ടാണ്. ഇന്നലത്തെ എപ്പിസോഡിലെ അവസാന ഭാഗം അതായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് കാണിക്കുന്നത്. അങ്ങനെ കൺമണി ഓഫീസിലേക്ക് ബ്ലഷ് അടിച്ച് നാണത്തോടെ കൃഷ്ണ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് ആൻറ്റിയമ്മയാണ് കാണിക്കുന്നത്. ആൻറ്റിയമ്മ ആൻറ്റിയമ്മയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഇന്നലെ കൃഷ്ണ കൺമണി ഒരുമിച്ചായിരുന്നു ഓഫീസിലെന്നൊക്കെ. അപ്പോൾ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, നീയായിട്ടാണല്ലോ രണ്ടുപേരെ ഒരുമിച്ച് ഓഫീസിലാക്കിയത്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നീ തന്നെ എല്ലാം അങ്ങ് ഒറ്റയ്ക്ക് അനുഭവിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ മാനസ പറയുന്നുണ്ട്, അവർക്ക് തമ്മിൽ പ്രണയം വല്ലതും തോന്നിയിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് ആൻറ്റിയമ്മ പറയുന്നുണ്ട്, എന്തായാലും കൃഷി അങ്ങോട്ട് ചെന്നാലും കൺമണി ഒന്നും ചെയ്യില്ലെന്നുള്ളത് വ്യക്തമാണ്. കാരണം കൺമണി ഒരു വ്യക്തിത്വമുള്ള പെൺകുട്ടിയാണ്, നിന്നെപ്പോലെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മാനസ ചോദിക്കുന്നുണ്ട്, ഇപ്പം അങ്ങനെയായോ ആൻറ്റിയമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, പിന്നൊരു കാര്യമുണ്ട്, കൃഷിനായാലും കൺമണിക്കായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അവർ രണ്ടും എൻഗേജ്ഡ് ആണെന്നുള്ള കാര്യം. ഇപ്പോൾ കൃഷാണെങ്കിലും അവൾ വരുണുമായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അങ്ങോട്ട് എന്തായാലും ചെല്ലില്ല. പിന്നെ കൺമണിയായാലും നിന്നെ ചതിക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല എന്നുറപ്പാണ്. പിന്നെ നീയായിട്ട് ഇനി അങ്ങോട്ട് അവളെ ചെന്ന് ഉപദ്രവിക്കാതെ എന്നാൽ മാത്രം മതി. പിന്നൊരു കാര്യമുണ്ട്, നിനക്കറിയാമല്ലോ, ഇത്രയായിട്ടും അവൾ വാ തുറന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. നിനക്കറിയാമല്ലോ എങ്ങനെയാണ് നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതെന്ന്. ഒരാൾ കാരണമാണ് നീ ഇപ്പോഴും എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ. അവളുടെ ഡിസൈനാണ് അതെന്ന് വല്ലതും ആരെങ്കിലും അറിഞ്ഞാൽ ഈ കല്യാണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അതുകൊണ്ട് അവളെ പിണക്കാതെ നീ നിൽക്കാൻ ശ്രമിക്കണം. മാനസ് എന്നിട്ട് ഇങ്ങനെ ആൻറ്റിയമ്മയുടെ അടുത്ത് വയ്ക്കും, ആൻറ്റിയമ്മ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് കൃഷിനോടൊന്ന് ചോദിക്കുമോ, അല്ല കൺമണിയുടെ അടുത്ത് കൃഷിന് എന്തെങ്കിലും പ്രണയമോ വല്ലതും ഉണ്ടോ എന്നൊന്ന് ചോദിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ ആൻറ്റിയമ്മ ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും ഫോൺ. ഇത് കഴിഞ്ഞ് മാനസ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം വിദ്യ കാരണം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ച് ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് വിദ്യയാണ് കാണിക്കുന്നത്. വിദ്യ ഓഫീസ് സ്റ്റാഫുകളുടെ അടുത്ത് എന്തോ ഡിസൈനിനെക്കുറിച്ചൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് കൺമണി അങ്ങോട്ട് വരുന്നുണ്ട്. കൺമണി വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇവരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ വിദ്യ പറയുന്നുണ്ട് ഡിസൈനെക്കുറിച്ചാണെന്നൊക്കെ. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, നിങ്ങളൊന്ന് പുറത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ വിദ്യ പറയുന്നുണ്ട്, ഇവർ ചായ കുടിക്കാൻ പോലും ഞാൻ വിട്ടിട്ടില്ല, അപ്പോഴാണ് ഇനിയിപ്പോൾ പുറത്തേക്ക് ഇവർ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ചായ കുടിച്ചിട്ടൊക്കെ വാ, എനിക്ക് വിദ്യയുടെ അടുത്ത് കാര്യം പറയാനുണ്ടെന്ന് പറയും. അപ്പോൾ ഈ ഡിസൈനേഴ്സ് എല്ലാം പുറത്തേക്ക് പോകുന്ന സമയത്ത് കൺമണി ഡോർ അങ്ങ് ലോക്ക് ചെയ്യുന്നുണ്ട്. ഡോർ ലോക്ക് ചെയ്യുമ്പോൾ വിദ്യ ചോദിക്കുന്നുണ്ട്, നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൺമണി ഇങ്ങനെ വിദ്യയുടെ അടുത്തേക്ക് വന്നിട്ട് വിദ്യ പറയുന്നുണ്ട്, ഗുണ്ടായിസൊന്നും എൻ്റെ അടുത്ത് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കൺമണി പറയുന്നുണ്ട്, ഗുണ്ടയെടുത്ത് പിന്നെ ഗുണ്ടായിസമല്ലേ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ട് വിദ്യയെ പിടിച്ച് ഒറ്റ തള്ളായിരിക്കും, എന്നിട്ട് ഒരു അടിയും കൂടെ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ വിദ്യ നേരെ ഭിത്തിയിലേക്ക് പല്ലി ഒട്ടിയിരിക്കുന്ന പോലെ പോയി ഒട്ടിയിരിക്കുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് കൺമണിയാണെങ്കിൽ ഒരു സിസേഴ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് വിദ്യയുടെ കഴുത്തിന് നേരെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടി മാനസ മാഡത്തിൻ്റെ അടുത്ത് എല്ലാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പേടിച്ച് നിൽക്കുന്ന വിദ്യയെടുത്ത് പിന്നീട് കൺമണി ചോദിക്കുന്നുണ്ട്, നീ അല്ലേടി മാനസ മാഡത്തിനെ വിളിച്ച് ഓരോ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന പറഞ്ഞു കൊടുക്കുന്നത്, നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഞാൻ മുമ്പ് ഒരിക്കൽ നിന്നെ കൈകാര്യം ചെയ്തതെന്ന് പറയുമ്പോൾ വിദ്യ പെട്ടെന്ന് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കും, കൺമണി വിദ്യ തല്ലിയ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കൺമണി ചോദിക്കുന്നുണ്ട്, നീ അല്ലേ മാനസ മാഡത്തിനെ വിളിച്ചിട്ട് ഇന്നലെ ഞാനും ക്രിസാറും ഒരുമിച്ച് ഓഫീസിലുണ്ടായിരുന്ന കാര്യം പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ വിദ്യ പറയുന്നുണ്ട്, അതെ ഞാൻ തന്നെയാണ് പറഞ്ഞതെന്ന്. അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്, അന്ന് ക്രിസാറിനെ ഹഗ് ചെയ്യുന്ന വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് നീ അല്ലേടി എന്ന് ചോദിക്കുമ്പോൾ അതിന് വിദ്യ അതേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കൺമണി പറയുന്നുണ്ട്, ഇനി മേലാൽ ഇങ്ങനത്തെ പണിയും കൊണ്ട് നീ നടന്ന ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നതെന്നും കൺമണി പറയുന്നുണ്ട്. എന്നിട്ട് കൺമണി പറയുന്നുണ്ട്, മേലാൽ എൻ്റെ ക്രിസാറിൻ്റെ കാര്യങ്ങളിലൊന്നും നീ ഇടപെടാൻ വരില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കൺമണി മാസ്സായിട്ട് സ്ലോ മോഷനിൽ ആ കത്രിയെ
ടേബിളിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. ഇത് കാണുന്ന വിദ്യയ്ക്ക് എന്തോ പോലെ ആവുന്നുണ്ട്. പേടിച്ചിട്ട് വിദ്യ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് വിദ്യയുടെ ഫോണിലേക്ക് മാനസയുടെ കോൾ വരുന്നുണ്ട്. വിദ്യ ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം കൂടെ കണ്ട് പേടിച്ച് വരണ്ട് നിൽക്കുന്നതുകൊണ്ട് വിദ്യ മാനസയുടെ കോൾ അങ്ങ് കട്ട് ചെയ്ത് വിടുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ കൃഷിനെയാണ്. കൃഷിയും കൃപയും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ സാഗര സൂചയും കൂടെ കൃഷിൻ്റെ കൃപയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്പലത്തിലായിരുന്നു. എന്നിട്ട് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ വന്നതേ ഉള്ളൂ, അവിടെ കൺമണി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കൺമണിയാണെങ്കിൽ ഇവക്ക് പായസവും പിന്നെ ഞങ്ങളുടെ നെറ്റിയിൽ പ്രസാദമൊക്കെ തൊട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുജ പറയുന്നുണ്ട്, അതെ ഇപ്പോൾ കൺമണിയാണല്ലോ ഇപ്പോൾ കൃപയ്ക്ക് വളരെ ഇഷ്ടമുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സാഗർ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇനി കടൽ തീരത്തൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് കൃഷി പറയുന്നുണ്ട്, കടൽ തീരത്ത് പോകുന്നതിൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം, വായി നോക്കാനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കളിയാക്കുന്നുണ്ട് കൃഷി. എന്നിട്ട് കൃഷി പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് കുറേ പ്ലാൻ ഉണ്ട്, അവിടെയൊക്കെ കൃപയും കൊണ്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ആൻറ്റിയമ്മ മുന്നിൽ വെച്ചായിരിക്കും സുജിയും സാഗറും കൃഷിയൊക്കെ കൺമണിയെക്കുറിച്ച് പൊക്കുന്നതും എല്ലാം. പിന്നെ കൃഷിൻ്റെ കൂടെ കൺമണി അമ്പലത്തിൽ ഉണ്ടായിരുന്നെന്ന് അറിയുമ്പോൾ ആൻറ്റിയമ്മയ്ക്ക് അത്രയ്ക്ക് അതങ്ങോട്ട് പിടിക്കില്ല. അത് കഴിഞ്ഞ് പിന്നീട് ആൻറ്റിയമ്മ ഇതിൽ നിന്നൊക്കെ എല്ലാവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്, ഞാൻ ഒരു കോഫി എടുക്കാം, എല്ലാവരും വാന്ന് പറയുന്ന സമയത്ത് സുജി പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇടാമെന്ന്. അപ്പോഴേക്ക് കൃഷി പറയുന്നുണ്ട്, ഇന്ന് കൃപമോളെ പുറത്ത് കൊണ്ടുപോയ സന്തോഷത്തിന് ഞാനാണ് ഇന്ന് കോഫി സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഞെട്ടിയിട്ട് പറയും, നിനക്ക് ഇനി കോഫി ഉണ്ടാക്കാൻ അറിയുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്ക് കൃഷി പറയും, അതൊക്കെ അറിയാം, എനിക്കറിയാം എന്നൊക്കെ പറയും. ഞാൻ ഇടുന്ന കിടിലൻ കോഫി കുടിച്ച് നിങ്ങളൊക്കെ അഭിപ്രായം അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് കൃഷി ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് എല്ലാവരും ചോദിക്കും, നീ എങ്ങനെ കോഫി ഇടാൻ പഠിച്ചതെന്ന്. അപ്പോഴത്തേക്ക് പറയും, കൺമണിയാണ് എന്നെ പഠിപ്പിച്ചതെന്ന് പറയുന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ പ്രത്യേകിച്ചൊരു ഇത് കാണിക്കുന്നില്ലെങ്കിലും പക്ഷേ ആൻറ്റിയമ്മയുടെ മനസ്സിൽ കൺമണി എങ്ങനെയാണ് പഠിപ്പിച്ചതെന്നുള്ള കാര്യം ഇങ്ങനെ മനസ്സിലിങ്ങനെ വരും. അങ്ങനെ ആൻറ്റിയമ്മ സംശയത്തോടെ ഇങ്ങനെ നോക്കി നിന്നിട്ട് കൃഷിൻ്റെ പുറകെ പോവും കിച്ചണിലേക്ക്. അപ്പോൾ കിച്ചണിൽ കൃഷിയാണെങ്കിൽ കോഫി ഇടുന്നതിൻ്റെ തിരക്കിലാണ്. ആ സമയത്ത് ആൻറ്റിയമ്മ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിക്കും കോഫി ഇടാൻ. ആ സമയത്ത് ഇവൻ പറയുന്നുണ്ട്, എന്നെ കൺമണിയാണ് പഠിപ്പിച്ചത്, ഞാൻ ഒരു പൊട്ട കോഫി ഇട്ട സമയത്ത് അവൾ നല്ലൊരു കോഫി ഇട്ട് എനിക്ക് പഠിപ്പിച്ചു തന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ആൻറ്റിയമ്മയ്ക്ക് അതങ്ങോട്ട് ബോധിക്കില്ല. എന്നിട്ട് കൃഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവൾ എങ്ങനെയാണ് നിന്നെ പഠിപ്പിച്ചതെന്നുള്ള കാര്യം. അപ്പോൾ കൃഷി അവളെക്കുറിച്ച് കുറേ പൊക്കിയടിക്കുന്നുണ്ട്, എന്തായാലും അവൾ നല്ല കുട്ടിയാണ്, എല്ലാ കഴിവും ഉള്ളൊരു കുട്ടിയാണെന്നൊക്കെ പറയും. എന്നിട്ട് കൃഷിയാണെങ്കിൽ കോഫി ഉണ്ടാക്കിയതെടുത്ത് ആൻറ്റിയമ്മയ്ക്കൂടെ ഒരു കപ്പി ഒഴിച്ച് കൊടുക്കും. ആ സമയത്ത് ആൻറ്റിയമ്മ കോഫി കുടിച്ചിട്ട് നല്ല അഭിപ്രായമൊക്കെ ആയിരിക്കും പറയുന്നത്. അത് കഴിഞ്ഞ് ആൻറ്റിയമ്മ നൈസായിട്ട് കൃഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് കൺമണിയോട് എന്തെങ്കിലും പ്രണയമോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം കൃഷി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, കാരണം എന്തൊക്കെ പറഞ്ഞാലും അവൾ നല്ലൊരു കഴിവുള്ള കുട്ടിയാണ്, പിന്നെ മാനസമായിട്ട് എൻ്റെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ കൺമണിയെ കല്യാണം കഴിച്ചാനേ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ആൻറ്റിയമ്മ ആദ്യമൊക്കെ ഒന്ന് പെട്ടെന്ന് എന്തോ പോലെ ആവുന്നുണ്ടെങ്കിലും പിന്നീട് വിചാരിക്കുന്നുണ്ട്, മാനസമായിട്ട് അവൻ്റെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തില്ല എന്നെങ്കിലുള്ള കാര്യമല്ലേ പറഞ്ഞത് എന്ന് വിചാരിച്ച് ആശ്വസിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്ന കൺമണിയെയാണ്. കൺമണി ഗോകുലിൻ്റെ അടുത്ത് അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, കണ്ടില്ലേ അപ്പേ, ക്രിസ്സാറ് പറഞ്ഞ അപ്പയെപ്പോലെ ഒരു പെൺകുട്ടിയാണ് ഇഷ്ടം എന്ന്, അതായത് അപ്പയാണ് ഇഷ്ടം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ കൺമണി പറയും, പിന്നെ അങ്ങനെയൊന്നുമല്ല, എന്നെപ്പോലെ മറ്റൊരു പെൺകുട്ടിയാണ് ഇഷ്ടം എന്നാണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ഇപ്പോൾ അപ്പയുടെ അടുത്ത് ചോദിച്ചാൽ അപ്പയ്ക്ക് ആരെ പോലത്തെ ഒരാളെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അപ്പോൾ ക്രിസ്സാറിനെ പോലത്തെ ഒരാളെ ഇഷ്ടം എന്നല്ലേ പറയൂ, അല്ലാതെ ക്രിസ്സാറിനെ ഇഷ്ടം എന്ന് പറയില്ലല്ലോ എന്ന് പറയും. അതുപോലെ തന്നെ ക്രിസ്സാറിന് ഉദ്ദേശിച്ചത്, ഇപ്പോൾ അപ്പയ്ക്ക് ക്രിസ്സാറിനല്ലേ ഇഷ്ടം, അതുപോലെ ക്രിസ്സാറിന് കൺമണിയാണ് ഇഷ്ടം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ എൻ്റെ നല്ല ക്യൂട്ടാണ് കാണാമെന്ന് പറയുന്ന സമയത്ത് കൺമണി പറയും, പിന്നെ നീ ചുമ്മാ അവരൊന്നും പറയല്ലേ എന്ന് പറയും. കൺമണി പറയുന്നുണ്ട്, ക്രിസ്സാറിനെ കാണാൻ ക്യൂട്ടാണ്, പക്ഷെ എന്നെ കാണാൻ ക്യൂട്ടൊന്നും അല്ലെന്ന്. അപ്പോൾ ഗോകുൽ പറയുന്നുണ്ടോ, ഞാൻ ഇനി ഒന്നേന്ന് പറയണമല്ലോ അപ്പോൾ ക്യൂട്ടാണെന്ന്, അതിന് വേണ്ടിയിട്ടല്ലേ, അങ്ങനെ ഇപ്പം അപ്പം കൊതിക്കണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ കൺമണിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ്, അത് വരുണാണ്. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, ഇതാ വരുണാണല്ലോ എന്ന് പറയുന്ന സമയത്ത് ഗോകുൽ പറയും, എടുക്കെടുക്കെന്ന് പറയും. അപ്പോഴത്തേക്ക് കൺമണി പറയും, എനിക്കറിയാവേ എന്തിനാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ ഗോകുൽ ചോദിക്കും, എന്തിനാ. അപ്പോഴത്തേക്ക് കൺമണി പറയുന്നുണ്ട്, ഞാൻ അവൻ്റെ അച്ഛനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞെന്ന്. ഗോകുൽ ചോദിക്കും, എന്ത് സത്യങ്ങൾ അപ്പോൾ തുറന്നു പറഞ്ഞെന്നാണ് പറയുന്നതെന്ന് ചോദിക്കും. ക്രിസ്സാറാണ് അപ്പയുടെ കഴുത്തിൽ താലി കെട്ടിയെന്നാണോ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് കൺമണി പറയുന്നുണ്ട്, അതല്ല, വരുണ്ണ അടിച്ച ഞാനാണെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞതെന്ന്.
അപ്പോഴത്തേക്ക് ഗോകുൽ പറയുന്നുണ്ട് എന്തായാലും അപ്പോൾ ഫോൺ റെക്കോർഡ് ചെയ്ത് എടുത്താൽ മതി എന്ന് പറയും. അങ്ങനെ കൺമണിയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഗോകുൽ പിടിച്ച് മേടിച്ചിട്ട് ഹലോ ഞാൻ ഗോകുലാന്ന് പറയുന്ന സമയത്ത് വരുൺ നല്ല സോഫ്റ്റായിട്ടൊക്കെ സംസാരിക്കും. ആ സമയത്ത് ഗോകുലാണെങ്കിൽ ആശ്ചര്യത്തോട് കൺമണിയുടെ അടുത്ത് പറയും ഇതെന്താ ഈ വരുൺ ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് വരുൺ പറയും എടാ ഗോകുലെ നീ ഒന്ന് കൺമണിക്ക് ഫോൺ കൊടുക്കുമെന്ന്. ആ സമയത്ത് ഗോകുൽ അപ്പോൾ ഉറങ്ങുവാണെന്ന് പറയും. അപ്പോഴത്തേക്ക് ഈ വരുൺ പറയും എടാ കള്ള ഞാൻ വിളിച്ചത് നിനക്ക് കൺമണിയുടെ അടുത്ത് പറയാൻ വയ്യാഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറയും. ആ സമയത്ത് ഗോകുലാണെങ്കിൽ ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുന്ന വെച്ചാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവരും എപ്പിസോഡ് കാണുക. അടുത്തൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.